രണ്ടുപേരും കൂടെ കറങ്ങി നടന്നോ? ആ കേസ് വീണ്ടും കുത്തിപ്പൊക്കാനുള്ള പരിപാടിയാ. എന്റെ കർത്താവേ, ആക്സിഡന്റിന്റെ പേരിൽ എന്തൊക്കെ അനുഭവിക്കേണ്ടി വരുമോ ആവോ. ആ വണ്ടി ഇടിച്ചവന്റെ അയാളെങ്ങനെ പ്രാകരുത്. എന്റെ കരുനാക്ക നോയിക്കോ. കേസ് കുത്തിപ്പൊക്കാനെന്ന് ആരാ പറഞ്ഞത്? അതുകൊണ്ടല്ലേ അവള് നിരന്തരം വിളിക്കുന്നത് അനിയൻകുട്ടിയുണ്ടോ അനിയൻകുട്ടിയുണ്ടോ അനിയൻകുട്ടിയുണ്ടോ. അതിന് എന്നെന്തിനാ ഇങ്ങനെ വിളിക്കുന്നത്? എന്റെ പേരെന്ന് പറഞ്ഞ് നിന്റെ പേരല്ലേ ഞാൻ അവിടെ എഴുതി കൊടുത്തത്. ഓ, ഞാനത് മറന്നു. പിന്നൊരു കാര്യം, ഇനിയെങ്കിലും നിന്റെ യഥാർത്ഥ പേര് പറഞ്ഞേക്ക്. പെട്ടെന്ന് മാറ്റി പറഞ്ഞാൽ ഞാനൊരു ഫ്രോഡാണെന്ന് അവൾ തെറ്റിദ്ധരിച്ചാലോ? തൽക്കാലം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ, ഞങ്ങളൊന്ന് അടുത്ത് കഴിഞ്ഞിട്ട് പറയാം. അപ്പൊ പെണ്ണ് വിളിച്ചത് കേസിന്റെ കാര്യത്തിനല്ലേ? മീൻ വറുത്തോണ്ടിരിക്കുന്നതിനിടയിൽ ഞാൻ തെറി പറഞ്ഞോന്നൊരു ഡൗട്ടുണ്ട്. തട്ടിക്കളയും ഞാൻ. കണ്ട അവൾക്ക് വേണ്ടി നമ്മളെ തട്ടിക്കളയാനും മടിക്കില്ല. ആ പെണ്ണായിരിക്കും. ഹലോ ഹലോ, ആന്റി ഡിസ്ചാർജ് ചെയ്തു. ഇത് പറയാൻ ഞാൻ 3 വട്ടം വിളിച്ചിരുന്നു. ഞാൻ ഹോസ്പിറ്റലിൽ വന്നിരുന്നു. ആന്റി ബെഡ് റെസ്റ്റിലാ. പിന്നെ ഏയ് ഒന്നുമില്ല. എന്തോ പറയാമെന്നല്ലോ. അത് പിന്നെ എന്താ പേര്? എന്താ ചിരിച്ചേ? ഇത്രയും പരിചയപ്പെട്ടിട്ട് ഇപ്പഴാ പേര് ചോദിക്കുന്നത്? അത്ര നല്ല പേരൊന്നുമല്ല, എന്നാലും പറയാം. പത്മജ, പത്മജ വാര്യർ. പത്മജ വാര്യർ.